നിയമസഭയിലെ പ്രകടനങ്ങൾ അത് വിശേഷാൽ എടുത്തു പറയേണ്ടതാണ്. പല സമയത്തും ആവശ്യങ്ങൾ ഉന്നയിക്കാനും പ്രതിഷേധങ്ങൾ അറിയിക്കാനും കുറച്ച് എക്സ്ട്രീമായിട്ടൊക്കെ പോകാറുമുണ്ട്. തിരിഞ്ഞു നോക്കാറുണ്ടോ? ആ പ്രകടനങ്ങളുടെ വീഡിയോകൾ എടുത്ത് കണ്ട് വിലയിരുത്താറുണ്ടോ? അത് നിയമസഭയിൽ നമ്മൾ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ പോണതല്ല. അവിടെ ഒരു വിഷയങ്ങൾ ആ വിഷയത്തിൻ്റെ ആസ്പദമായിട്ടുള്ള ഒരു പ്രതിഷേധമാണ് അവിടെ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അപ്പം നമ്മളപ്പോൾ പണ്ട് ഞാൻ ഇപ്പം നിങ്ങളത് ഒരു കാര്യം ഓർക്കുക, രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ യൂത്ത് കോൺഗ്രസും ഒക്കെ ആയിരുന്നപ്പോൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഇന്ന് നമുക്ക് സമാധാനമായിട്ട് പോകാം, വേറെ വിഷയങ്ങളുണ്ടാക്കണ്ട എന്നൊക്കെ ഓർത്ത് വീട്ടിൽ നിന്ന് ഇറങ്ങും. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സമരത്തിൻ്റെ ഗൗരവവും വിഷയങ്ങളും വരുമ്പോൾ നമ്മളപ്പോൾ കുറച്ച് അഗ്രസീവാകും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് വരും ആ ഇഷ്യൂ ബേസ്ഡ് ആയിട്ടുള്ള പ്രശ്നം അതിൻ്റെ ബന്ധപ്പെട്ട് നമ്മളത് അഗ്രസീവാണ്, ഓട്ടോമാറ്റിക്കലി അഗ്രസീവാണ് എന്ന് പറഞ്ഞുകൊണ്ട് സഭയിൽ നമ്മൾ മനഃപൂർവ്വം ഇഷ്യൂ ഉണ്ടാക്കാൻ പോണതല്ല. ഒരു പ്രശ്നം സഭയിൽ അടിയന്തര പ്രമേയോ അല്ലെങ്കിൽ മറ്റുള്ള വിഷയം കൊണ്ടുവരുമ്പോൾ എന്നിട്ട് സർക്കാർ അതിന് അനുമതി തരാതിരിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഉന്നയിക്കുന്ന വിഷയത്തിൽ സർക്കാർ ഗൗരവമായിട്ട് എടുക്കാതിരിക്കുമ്പോഴാണ് നമ്മൾ സ്വാഭാവികമായിട്ട് അവിടെ ചെറിയ ഇഷ്യൂലേക്ക് പോകുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ നമ്മുടെ ശബരിമല സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ ഞങ്ങളുടെ ഡിമാൻഡ് എന്താണെന്ന്, ആ ദേവസ്വം മന്ത്രി രാജിവെക്കുക, ഗവൺമെൻറ് ഈ കേസുകളിൽ ഇടപെടാതിരിക്കുക, ഇവിടെ സ്പെഷ്യൽ ടീമിനെ വെച്ചിട്ടുണ്ടല്ലോ, ആ സ്പെഷ്യൽ ടീമിൽ ഗവൺമെൻറ് സമ്മർദ്ദം ചെലുത്താതെ ചെയ്യുക. ഇതാണ് ഞങ്ങളുടെ ഡിമാൻഡ്. ആ ഡിമാൻഡ് സർക്കാർ വഴങ്ങാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ചില ഇഷ്യൂസൊക്കെ ഉണ്ടായത്. അവിടെ നമ്മൾ അതിനുവേണ്ടി നിന്നു. കാരണം ശബരിമല സ്വർണം മോഷ്ടിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വിശ്വാസി പോലും അത് അംഗീകരിക്കാത്ത കാര്യമാണ്. അത്രമാത്രം ജനങ്ങളെ ഭക്തജനങ്ങളെ പ്രയാസപ്പെടുന്ന, അതൊരു സമൂഹത്തിന് മാത്രമല്ല എല്ലാ സമൂഹത്തിൻ്റെ. ഇപ്പം ശബരിമല അന്ന് ഞങ്ങൾ ആ വിഷയത്തിൽ സഭയിൽ വലിയ ബഹളം ഉണ്ടാക്കി. സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയത് സസ്പെൻഷൻ കിട്ടിയാൽ പോലും ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. കാരണം ആ വിഷയത്തിൻ്റെ ഗൗരവം അത്രയാണ്. ഞാൻ ചോദിക്കട്ടെ, ഒരു വിശ്വാസിക്ക്, ഏത് വിശ്വാസം, മസ്ജിദിലായാലും ശരി, അല്ലെങ്കിൽ അമ്പലത്തിലായാലും ശരി, അല്ലെങ്കിൽ ചർച്ചിലായാലും ശരി, ആ ഒരു മുറ്റത്തുനിന്ന് ഈ പറഞ്ഞ നമ്മുടെ ആരാധനാലയത്തിൽ മുറ്റത്തുനിന്ന് ഒരു തരി മണലെടുക്കാൻ പറ്റില്ല. കാരണം വിശ്വാസം നമ്മളെ അത് അനുവദിക്കില്ല. പക്ഷെ ഇവിടെ അതല്ല ചെയ്തത്, ഇവിടെ സ്വർണം മോഷ്ടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ വിഷയത്തിൽ ഞങ്ങൾ വളരെ അഗ്രസീവായി സഭയിൽ പ്രശ്നം ഉണ്ടാക്കുകയും ബഹളം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ സസ്പെൻഷൻ കിട്ടിയാൽ പോലും, ശബരിമല വിഷയത്തിൽ സസ്പെൻഷൻ കിട്ടിയാൽ പോലും ഒരു പ്രശ്നമില്ല എന്നുള്ള നിലപാടാണെന്ന് ഞങ്ങൾക്കുണ്ടായത്. അതാണ് ഞങ്ങൾ അത്ര അഗ്രസീവായത്, ഏറ്റവും ഒടുവിൽ അഗ്രസീവായ കാരണമൊക്കെ. അതേ തുടർന്നുണ്ടായ കേസുകളൊക്കെ എങ്ങനെ നേരിടാനാ? ഭയമുണ്ടോ? അല്ല, അതുമായി ബന്ധപ്പെട്ട് കേസില്ല. പൊളിറ്റിക്കലായി ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോഴും കേസുണ്ട്. പല സമരങ്ങളുമായി ബന്ധപ്പെട്ട് കേസുകളുണ്ട്. അതൊന്നും പ്രശ്നമില്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. ഇപ്പം ഞാൻ MLA ആയി ആദ്യം മത്സരിക്കുമ്പോഴും എൻ്റെ 16 കേസുണ്ട്. ഇപ്പോഴും ആ കേസ് ഉണ്ടെന്ന് പറഞ്ഞു. കാരണം പല സമരങ്ങളിലൊക്കെ പ്രതിപക്ഷത്തിനെതിരെ പല സമരങ്ങളിലൊക്കെ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആ കേസൊന്നും എന്നെ സംബന്ധിച്ചൊരു പ്രശ്നമല്ല, കാരണം ജനങ്ങൾക്ക് വേണ്ടിയാണ്. വാർത്തകളിൽ ഇപ്പോൾ താങ്കളുടെ മകളുമായി ബന്ധപ്പെട്ട ഒരു സൈബർ തട്ടിപ്പിൻ്റെ വാർത്തയൊക്കെ വന്നിരുന്നു. അത് ശരിക്കും എവിടെ നിന്ന് വന്നൊരു സുരക്ഷാ പാളിച്ചയാണെന്നാണ് വിലയിരുത്തിയിട്ടുള്ളത്? അത് ഇപ്പം എൻ്റെ വീട്ടിലേക്കാണ് ഫോൺ വന്നത്. അതിപ്പോൾ എല്ലാ വീടുകളിലേക്കും വരുന്നുണ്ട്. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വൈഫിനെ വിളിച്ചിട്ട് കൊണ്ട് എൻ്റെ മകള് ഡൽഹി പോലീസിൻ്റെ കയ്യിൽ അറസ്റ്റിലാണ് എന്ന് പറഞ്ഞു വിളിച്ചു. അപ്പോൾ ഉടൻ തന്നെ അങ്ങോട്ട് വരണം, ഡൽഹിക്ക് വരണം എന്ന് പറഞ്ഞു. വൈഫ് അപ്പോൾ തന്നെ ഭയങ്കര പാനിക്കായി എന്നെ വിളിച്ചു. ഞാൻ ഒരു നിമിഷം പെട്ടെന്ന് പേടിച്ചു പോയി. പിന്നീട് എനിക്ക് ഓർമ്മ വന്നത് ഇങ്ങനത്തെ വിഷയങ്ങൾ നടക്കുന്നുണ്ട്, തട്ടിപ്പ് നടക്കുന്നു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ വൈഫിനെ വിളിച്ചു. പിന്നെ ആ നമ്പറിലേക്ക് വിളിച്ചപ്പോൾ ആ നമ്പർ വിളിച്ച് കിട്ടുന്നില്ല. അപ്പം മകളെ വിളിച്ചു, മകള് സേഫാണ്. അപ്പോൾ മനസ്സിലായി തട്ടിപ്പാണ്. പിന്നെ അതിന് പരാതി കൊടുത്തു. പക്ഷെ ആ പരാതി എങ്ങും എത്തിയിട്ടില്ല, അതെങ്ങനെ നിൽക്കുകയാണ്. ഇങ്ങനെ സൈബർ തട്ടിപ്പുകൾ ഒത്തിരി നടക്കുന്നുണ്ട്. അതിനെതിരെ ഇപ്പോൾ ഗവൺമെൻറ്റും കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റും വളരെ ആക്റ്റീവായിട്ട് രംഗത്തിറങ്ങി അതിനെ തടയാൻ ശ്രമിക്കുന്നുണ്ട്. അത് ഒത്തിരി ആളുകളുടെ കോടികളൊക്കെ ലക്ഷങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഈ രാഷ്ട്രീയ ജീവിതത്തിൽ ഏറ്റവും അധികം വേദനിപ്പിച്ച, രാഷ്ട്രീയ പ്രേരിതത്തിനപ്പുറത്തേക്ക് പേഴ്സണലായിട്ട് കൂടി ഹുക്ക് ചെയ്തു, ഒന്ന് വേദനിച്ചു പോയി എന്ന് തോന്നിയ ആരോപണം ഏതായിരുന്നു? ആരോപണങ്ങൾ പലതും വന്നിട്ടുണ്ട്, പലതും വേദനിപ്പിച്ചു. ഞാനത് എടുത്തു പറയുന്നില്ല. നമ്മൾ വായും മനസ്സും അറിയാത്ത പല വിഷയങ്ങളുണ്ട്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് വലിയ പ്രയാസം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഒന്നിട്ട് സംഭവം ഉണ്ടല്ലോ, സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കുക അങ്ങനെയൊക്കെ ഉണ്ടോ പറയുക? അത് സാധിക്കാറുണ്ടോ?
ഇത് ഈ കാലഘട്ടത്തിന്റെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഞാൻ വിമർശനങ്ങളെല്ലാം ആ ഞാൻ നല്ല ഇപ്പൊ വിമർശനങ്ങളെല്ലാം തള്ളിക്കളയില്ല. അത് ആ വിമർശനങ്ങളിൽ നല്ലതുണ്ടെങ്കിൽ അത് കണ്ടുകിട്ട് അത് തിരുത്താൻ തയ്യാറാവുന്ന ഒരാളാണ്. ചില ആൾക്കാർ വിമർശിക്കാൻ വേണ്ടി വിമർശിക്കും. ഇപ്പം നമ്മളെ ചില വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിമർശനങ്ങൾ നല്ലത് ഉൾക്കൊണ്ടുകൊണ്ട് ഇപ്പോൾ മീഡിയയിലൂടെ ആയാലും ചില പത്രങ്ങൾ എഴുതും, അതിനകത്ത് നല്ല കാര്യമായിട്ട് ഞാൻ ഉൾക്കൊള്ളും. അല്ലാതെ എല്ലാ വിമർശനത്തിനും അസഹിഷ്ണുത കാണില്ല. വിമർശനങ്ങൾ അതിനകത്ത് വസ്തുത ഉണ്ടെങ്കിൽ ആ വസ്തുത കണ്ട് ഞാൻ തിരുത്തേണ്ട കാര്യങ്ങൾ ഞാൻ തിരുത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറുമായിട്ടുള്ളൊരു ബന്ധം ഏത് രീതിയിലാണ്? കാരണം പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിനിടയിൽ നിങ്ങൾ തമ്മിലുള്ള ഒരു സൗഹൃദം അത് ഏത് ഘട്ടത്തിൽ? ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹവുമായിട്ട് നല്ല വ്യക്തിബന്ധമുള്ളൊരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയം പോലെ എനിക്കറിയാം അദ്ദേഹത്തെ. ആലുവ ഗസ്റ്റ് ഹൗസിൽ വന്ന് അങ്ങനെ ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. പിന്നീട് മുഖ്യമന്ത്രി ആയപ്പോഴും ആ വ്യക്തിബന്ധം തുടർന്നു പോയി. ഇപ്പം ഞങ്ങൾ അദ്ദേഹത്തെ മുദ്രാവാക്യം വിളിക്കാറുണ്ട്, പൊളിറ്റിക്കലായി മുദ്രാവാക്യം, അത് വ്യക്തിപരമായല്ല, രാഷ്ട്രീയം മാത്രം. ഒരു രസകരമായൊരു സംഭവം ഉണ്ടായി. ഇപ്പം മുഖ്യമന്ത്രിയോടുള്ള ബന്ധം പറഞ്ഞല്ലോ. ഒരു ദിവസം സഭയിൽ വലിയ ബഹളം, ഏത് വിഷയം എന്താണെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ വലിയ മുദ്രാവാക്യം വിളി, അങ്ങനെ സഭ സ്തംഭിപ്പിച്ചു. അന്ന് പിരിച്ചുവിട്ടു. സഭ അന്നത്തെ ദിവസം പിരിഞ്ഞു, സ്പീക്കർ പിരിഞ്ഞുവിട്ടു. അപ്പോൾ അന്ന് കൊച്ചി എയർപോർട്ടിലൊരു ഉദ്ഘാടനം നടക്കുന്നുണ്ട്. അപ്പോൾ അന്ന് രാവിലെ തലേദിവസം ഞാൻ മുഖ്യമന്ത്രി ചോദിച്ചിട്ടുണ്ടായി. തലേദിവസം എന്ന് ചോദിച്ചു, ഇങ്ങനെ സ്പെഷ്യൽ ഫ്ലൈറ്റിലാണ് പോകണമെന്ന് പറഞ്ഞു. അപ്പം ഞാനും ആ ഫ്ലൈറ്റിൽ സ്ഥലമുണ്ട്, ഞാനും വന്നോട്ടേ എന്ന് ചോദിച്ചു. ഞാൻ സ്ഥലം MLA ആണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനെന്താ പറഞ്ഞതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പെർമിഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബഹളം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഫ്ലൈറ്റിൽ പോണത്. ഫ്ലൈറ്റിൽ കയറി കഴിയുമ്പോൾ ഞങ്ങൾ വേറെ പല വിഷയങ്ങൾ സംസാരിക്കുന്നത്. ഇപ്പോൾ അപ്പം ഉണ്ടായ വിഷയമൊന്നും അങ്ങനെ ഇതൊന്നും, ഞങ്ങൾ പൊളിറ്റിക്കലാണല്ലോ. അദ്ദേഹത്തെ വ്യക്തിപരമായി പറയാനോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ നമ്മുടെ മുദ്രാവാക്യം വിളിയൊക്കെയാണല്ലോ ഉള്ളത്. ഞങ്ങൾ വേറെ വിഷയങ്ങൾ പറഞ്ഞത്, ഞാൻ അവിടെ എയർപോർട്ടിൽ ചെന്ന് പരിപാടി കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്നു. ആ വീട്ടിൽ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചു, എങ്ങനെ വന്നതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, മുഖ്യമന്ത്രിയുടെ അങ്ങനെ സ്പെഷ്യൽ ഫ്ലൈറ്റാണെന്ന്, ആ ഫ്ലൈറ്റിലാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പം എടുത്തു ചോദിച്ചു, നിങ്ങൾക്ക് എങ്ങനെ അദ്ദേഹം ഒരുമിച്ച് വരാൻ സാധിച്ചു? അപ്പം ഞാൻ എന്താ, അല്ല ഇത്ര നിങ്ങൾ രാവിലെ അദ്ദേഹത്തിന് മുദ്രാവാക്യം വിളിയും പൊളിറ്റിക്കലായി ഇങ്ങനെ നിൽക്കുകയാണല്ലോ, രാഷ്ട്രീയ മുദ്രാവാക്യം വിളിച്ചാൽ എങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ വരാൻ തോന്നിയെന്ന് വെച്ച് ഞാൻ പറഞ്ഞ്, വൈഫിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ്, അത് രാഷ്ട്രീയ നിലപാടാണ്. അവിടെ ഇത് ജനാധിപത്യ രാജ്യമാണ്. ഭരണ നേതൃത്വം തെറ്റുകൾ കാണിച്ചാൽ അത് ചൂണ്ടിക്കാണിക്കാനും അതിനെ പ്രതികരിക്കാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തിക്കുമുണ്ട്, പ്രത്യേകിച്ചും ജനപ്രതി എന്നതിൽ എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ നിലപാടവിടെ പറഞ്ഞത്, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലോ ഇത് വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോരാൻ തെറ്റൂല എന്ന് ഒരു സംഭവം ഉണ്ടായി. ഇതൊരു ദിവസം മുഖ്യമന്ത്രി അടുത്ത് എൻ്റെ ഭാര്യ എങ്ങനെ ചോദിച്ചത് ഞാൻ മുഖ്യമന്ത്രി അടുത്ത് പിന്നീട് യാത്രയിൽ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ശരിക്കും അത് വേറെ കമൻ്റൊന്നും പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹവുമായിട്ട് നല്ല വ്യക്തിബന്ധം ഉള്ള ഒരു വ്യക്തിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ അദ്ദേഹമായിട്ട് നല്ല വ്യക്തിബന്ധം ഉള്ളതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഈ രാഷ്ട്രീയമായിട്ട് ഒരാളോട് വിയോജിപ്പ് വെക്കുകയും എന്നാൽ അയാളോട് വ്യക്തിബന്ധം പുലർത്തുകയും ചെയ്യും, നല്ല സൗഹൃദം പുലർത്തുകയും ചെയ്യും. ഇത് പ്രാക്ടിക്കലി എങ്ങനെയാ ശരിക്കും പോസിബിൾ ആണോ? അതിന് നമ്മൾ രാഷ്ട്രീയമായിട്ട് കാണണം. രാഷ്ട്രീയമായിട്ട് കാണണം. നമുക്ക് നിലപാടുണ്ടെന്നേ, ആ നിലപാട് പറഞ്ഞ തെറ്റില്ലെന്നേ. പൊളിറ്റിക്കലാണല്ലോ, വ്യക്തിപരമല്ലോ. ഇപ്പം എന്നെ വ്യക്തികളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ വ്യക്തികളെ അദ്ദേഹത്തെ ഉപദ്രവിക്കുന്നതല്ലോ. ഇപ്പം ഞാൻ ഇപ്പം ഈ മുഖ്യമന്ത്രിയുമായിട്ട് മാത്രമല്ല, എൻ്റെ നിയോജനത്തിലും കേരളത്തിലും ഞാൻ പറയാം, ഒരു പൊതുപ്രവർത്തകൻ്റെ അസറ്റ് എന്താ? നിങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് വിലയിരുത്തിയത്? ബന്ധങ്ങൾ. ഒരു പൊതുപ്രവർത്തകൻ്റെ അസറ്റ്, അൻവർ സാദത്ത് എന്ന പൊതുപ്രവർത്തകൻ, രാഷ്ട്രീയ പ്രവർത്തകൻ, ജനപ്രതിനിധിയുടെ അസറ്റ് എൻ്റെ കുറേ ബന്ധങ്ങളാണ്. അത് രാഷ്ട്രീയത്തിനപ്പുറം, ജാതിമത ചിന്തകൾക്കപ്പുറം കുറേ ബന്ധങ്ങളാണ് എൻ്റെ അസറ്റ്. ഒരു സംഭവ രസമുണ്ട്. എൻ്റെ നാട്ടിലെ ഒരു CPM നേതാവ് മരണപ്പെട്ടു. ആ CPM നേതാവ് മരണപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫണ്ട് കളക്ഷൻ ഞാൻ സഹായിച്ചു. എൻ്റെ സഹപ്രവർത്തകർ അറിഞ്ഞു. എൻ്റെ സഹപ്രവർത്തകർ അറിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ട് MLA അല്ലെങ്കിൽ പൈസ കൊടുത്തു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം ഒരു പൊതുപ്രവർത്തനാണ്, അദ്ദേഹത്തെ കുടുംബത്തെ സഹായിക്കാനാണ് ആ പൈസ അവിടെ സമാഹരിച്ചത്. ആ പൊതുപ്രവർത്തകൻ്റെ കുടുംബത്തെ സഹായിക്കേണ്ട ബാധ്യത
അതിൻ്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ സഹായിച്ചത്. എൻ്റെ നിലപാട് അതാണ്. കാരണം ഒരു കാര്യം മനസ്സിലാക്കിയോ, കേരളത്തിൽ രാഷ്ട്രീയ പൊതുപ്രവർത്തി ഏത് പാർട്ടിക്കാരായിട്ട് അവർ എടുക്കുന്ന എഫർട്ട് ഏകദേശം തുല്യമാണ്. കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടാവുന്നത്. അവൻ്റെ ജീവിതം ജനങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ അവൻ്റെ പ്രസ്ഥാനത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവരൊക്കെ ആയിട്ടൊക്കെ നല്ല സൗഹൃദം, എൻ്റെ നിയോജനത്തിൽ മാത്രമല്ല എവിടെയൊക്കെ പൊളിറ്റിക്കലായിട്ട് സൗഹൃദമുണ്ടോ, ഇപ്പോൾ നേതാക്കന്മാരുണ്ടോ, അല്ലെങ്കിൽ അത് എല്ലാ പാർട്ടിയുമായിട്ട് നല്ല സൗഹൃദം ഞാൻ കീപ്പ് ചെയ്യുന്നു. മുഖ്യമന്ത്രിയുമായിട്ട് മാത്രമല്ല എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം കീപ്പ് ചെയ്യുന്ന ഒരാളാണ്.